ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹെയർ ഫോള് കുറച്ച് താരൻ മാറ്റി മുടി നല്ല രീതിയിൽ വളരാനായിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പായ്ക്കിനായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാൻ ഫ്രഷ് അലോവേര ജെല്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ജെല്ലെടുക്കുക എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഞാനൊരു മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചി നീരാണ്. ഇഞ്ചി നന്നായിട്ട് വൃത്തിയാക്കുക, തൊലിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് മിക്സിക്കകത്ത് അടിച്ചെടുത്ത്, വെള്ളമൊന്നും ചേർക്കാതെ മിക്സിക്കകത്ത് അരച്ചെടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞതാണ്. ഒരു 1.5 സ്പൂണോളം ഇഞ്ചി നീരുണ്ട്. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം നല്ല രീതിയിൽ ആഡ് ചെയ്യുക. ഞാനൊരു 2 നല്ലൊരു മുഴുത്ത ഇഞ്ചി എടുത്തിട്ടാണ് എനിക്ക് ഇത്രയും നീര് കിട്ടിയത്. അപ്പം നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യാം. ഈ ഒരു പായ്ക്ക് നമ്മുടെ ഹെയർ ഫോള് കുറയ്ക്കാനും അതുപോലെ തന്നെ പുതിയ മുടി നല്ല രീതിയിൽ കിളിർത്ത് കയറാനും താരനുള്ളവർക്ക് താരം മാറാനൊക്കെ ഈ ഒരു ഇഞ്ചി നീര് നല്ലതായിട്ട് സഹായിക്കും. പിന്നെ ഇത് നല്ലതായിട്ട് മുടി വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഹെയർ പായ്ക്കാണ്. അപ്പം ഇഞ്ചി നീരൊക്കെ തലയിൽ തേക്കാൻ പേടിയുള്ളവർ കാണും. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് നമ്മളിതൊരു ആഴ്ചയിൽ 3 വട്ടം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു മുടി കിളിർത്ത് വരുന്നത് നമുക്ക് അത് മനസ്സിലാകും. ആ ഒരു മുടി കൊഴിച്ചിലൊക്കെ നിന്ന് നമ്മുടെ മുടി കിളിർക്കുന്നതായിട്ട് നമുക്കത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാകും. അപ്പം നമ്മുടെ പായ്ക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പായ്ക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 to 13 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഹെയർ പായ്ക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് ഇഞ്ചിയുടെ നീര് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു പുകച്ചിൽ പോലെ ചിലർക്ക് അനുഭവപ്പെടും, എല്ലാവർക്കും ഒന്നുമില്ല. അത് ആ ഇഞ്ചിയുടെ നീരിൻ്റെയാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിൽ താരം മാറ്റാനും നമ്മുടെ ഹെയർ ലോസ് കുറയ്ക്കാനും നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ മുടി റീഗ്രോത്ത് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പായ്ക്കാണ്. ഈ ഇഞ്ചിയുടെ ജ്യൂസ് തന്നെ വേണമെങ്കിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഹെയറിനെ സോഫ്റ്റ് ആക്കാനും ഷൈൻ ചെയ്യാനൊക്കെ ഈ ഒരു പായ്ക്ക് സഹായിക്കും. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 15 മിനിറ്റിന് ശേഷം നമുക്കിത് സാദാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഈ സാദാ വെള്ളത്തിൽ വാഷ് ചെയ്യാം, അല്ലാതെ ഷാമ്പു അങ്ങനെയുള്ള ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പായ്ക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.